ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻ്റർകൂളിംഗ് ആണ്. അതായത് ഇൻ്റർകൂളിംഗ് ഇൻ ഗ്യാസ് ടർബൈൻ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് വിത്ത് ഇൻ്റർകൂളർ. അപ്പോൾ നമ്മൾ ഓൾറെഡി റീജനറേഷനും റീഹീറ്റിംഗ് നോക്കി. തേർഡ് വണ്ണാണ് ഇൻ്റർകൂളിംഗ് എന്ന് വെച്ചാൽ ഇത് മൂന്നും എന്താണ് മെത്തേഡ്സ് ഫോർ ദി ഇംപ്രൂവ്മെൻറ്റ് ഓഫ് തെർമൽ എഫിഷ്യൻസി ആൻഡ് സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് ഓഫ് എ ഗ്യാസ് ടർബൈൻ പ്ലാന്റ്. ഓക്കെ, അപ്പോൾ ഇൻ്റർകൂളിങ്ങിൻ്റെ ഇൻ്റർകൂളിംഗ് കണക്റ്റഡ് ടർബൈൻ്റെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാമാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്കറിയാം ഒരു യൂഷ്വൽ സിമ്പിൾ ഓപ്പൺ ഗ്യാസ് ടർബൈൻ പ്ലാന്റ് ഫിഗർ നമുക്കറിയാം. സോ ഇവിടെയുള്ള ഡിഫറൻസ് വെച്ചാൽ നോക്കി, ഇവിടെ 2 കംപ്രസറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലോ പ്രഷർ കംപ്രസർ ഉണ്ട്, ഒരു ഹൈ പ്രഷർ കംപ്രസർ ഉണ്ട് അല്ലേ. പിന്നെയോ ഒരു ഇൻ്റർകൂളർ ഉണ്ട്. അപ്പോൾ ഈ ഇൻ്റർകൂളർ കണക്ട് ചെയ്തത് ലോ പ്രഷർ കംപ്രസറിൻ്റെയും ഹൈ പ്രഷർ കംപ്രസറിൻ്റെയും ഇൻ ബിറ്റ്വീനാണ് ഈ ഇൻ്റർകൂളർ കണക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷമുള്ള നോക്കിയ കമ്പഷൻ ചെയ്യുമ്പോൾ പറയാൻ ടർബൈൻ ഓൾറെഡി നമുക്കറിയുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് പ്രോസസ്സ് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഒരു ഐഡിയൽ ബ്രൈറ്റൺ സൈക്കിൾ ബേസ് ചെയ്തിട്ടാണ് ഇൻ്റർകൂളിംഗ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ഈ എന്തിനാണ് ഇവിടെ ഇൻ്റർകൂളിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും അവിടെ വരുന്ന എയറിനെ നമ്മൾ കൂൾ ചെയ്യിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻ്റർകൂളിംഗ് എന്ന് പറയുന്നത്. സോ വൈ വി നീഡ് ആൻ ഇൻ്റർകൂളർ ദർ, നമ്മൾ എന്തിനാണ് ഇൻ്റർകൂൾ ചെയ്യുന്നത്? അപ്പോൾ സോ ബിഫോർ പ്രൊസീഡിങ് ദാറ്റ് വൈ ഇൻ്റർകൂളിംഗ് ഈസ് അപ്ലൈഡ് ഓൺ എ ഗ്യാസ് ടർബൈൻ, നമുക്ക് വേറൊരു കാര്യം നോക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് അഡിയാബാറ്റിക് കംപ്രഷൻ പ്രോസസ്സിൽ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് നമുക്ക് അത് നോക്കണം. നമുക്കറിയാം എയർ 1 പോയിൻറ്റിൽ എയർ ഇൻടേക്ക് ആണ് ടു ദി കംപ്രസർ. ഇപ്പോൾ യൂഷ്വൽ ഒരു ഗ്യാസ് ടർബൈനിൽ അവിടെ കംപ്രസറിലേക്ക് എയർ ഇൻടേക്ക് ചെയ്താൽ എന്താ ചെയ്യുക? കംപ്രസർ വിൽ കംപ്രസ് ദി ദാറ്റ് എയർ അല്ലേ. അപ്പോൾ നമുക്ക് 2 പോയിൻറ്റിൽ എന്ത് കിട്ടും? ഒരു ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ എയർ കിട്ടും അല്ലേ. കാരണം കംപ്രസ് ചെയ്യുമ്പോൾ എന്താവും? അഡിയാബാറ്റിക് കംപ്രഷനിൽ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചറും കൂടി കൂടുന്നുണ്ട് അല്ലേ. പ്രഷർ കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 പോയിൻറ്റിൽ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. അത് T2 വിൽ ബി ഗ്രേറ്റർ ദാൻ T1. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴെ ഇതിൻ്റെ TS ഡയഗ്രാം ഉണ്ട്. TS ഡയഗ്രാമിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു എക്സാമ്പിൾ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്. ഒരു ഗ്യാസിനെ പിസ്റ്റൺ സിലിണ്ടർ വരച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഡിഫിക്കൽട്ട് ടു കംപ്രസ്, എ ഹോട്ട് ഗ്യാസ് ഓർ എ കോൾഡ് ഗ്യാസ്? സോ ദ ആൻസർ ഈസ് ഹോട്ട് ഗ്യാസ്. ഇപ്പോൾ ഹോട്ട് ഗ്യാസ് ആണ് നമുക്ക് കംപ്രസ് ചെയ്യാൻ ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ഹോട്ട് ഗ്യാസ് ആണ്. വൈ മീൻസ് നമുക്കറിയാം ഒരു അഡിയാബാറ്റിക് കംപ്രഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് അവിടുത്തെ ഗ്യാസ് കംപ്രസ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചറും കൂടി കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് 1, 2, 3 എന്ന് വെച്ചിട്ട് ഒരു പ്രോസസ്സിന് 3 സ്റ്റേജസ് കാണിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഇൻസൈഡ് ദ പിസ്റ്റൺ സിലിണ്ടർ ആ സ്പേസിൽ അവിടെ ഒരു ഗ്യാസ് ഉണ്ടെന്ന് തൽക്കാലം അസ്യൂം ചെയ്യുക. അത് ഇപ്പോൾ ഉള്ളത് റൂം ടെമ്പറേച്ചറിലാണ്. അപ്പോൾ ഗ്യാസ് ഇൻസൈഡ് ദ സിലിണ്ടർ അറ്റ് റൂം ടെമ്പറേച്ചർ. ഇനീഷ്യലി ഞാനതിനെ കംപ്രസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഒരു വർക്ക് കൊടുത്തിട്ട് സിസ്റ്റം ഐ എം ഡൂയിങ് എ വർക്ക് ഓൺ ദ സിസ്റ്റം. സോ ഫസ്റ്റ് സ്റ്റേജിൽ നോക്കിയത് ഈസി ടു കംപ്രസ് അല്ലേ. കാരണം അതിൽ കോൾഡ് ഗ്യാസ് ആയതുകൊണ്ട് എനിക്ക് വർക്ക് ഞാൻ കൊടുക്കുന്നത് ഇറ്റ് ഈസ് ഈസി ടു കംപ്രസ്. അപ്പോൾ ഞാനിത് കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെയുള്ള ഗ്യാസ് ഹോട്ട് ആവാണ്ട് തുടങ്ങി അല്ലേ. അഡിയാബാറ്റിക് കംപ്രഷനാണ്, എക്സ്റ്റേണൽ ഹീറ്റ് അഡീഷൻ ഒന്നുമില്ല അവിടെ. അതിന് ഇൻ്റർമോളിക്കുലർ ഇൻട്രാക്ഷൻ വഴിയുള്ള കംപ്രസ് ചെയ്യുമ്പോഴുള്ള ഹീറ്റ് ഇൻക്രീസാണ് അവിടെ ടെമ്പറേച്ചർ കൂടിക്കുന്നത്, അതിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ കാരണമാകുന്നത്. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ നോക്കിയാൽ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ അവിടെയുള്ള ഗ്യാസ് ഹോട്ടാകുമ്പോൾ നോക്കിയാൽ നമുക്ക് കംപ്രസ് ചെയ്യാൻ ഹോട്ടാകുമ്പോൾ നമുക്കറിയാം ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക? എന്താ ചെയ്യുക? അത് എക്സ്പാൻഡ് ചെയ്യും അല്ലേ. അത് സ്വന്തമായി എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അതിനുണ്ടാവില്ല അല്ലേ. ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിന് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ഈ എക്സ്പാൻഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ വർക്ക് കൊടുക്കുന്നത്. So we have to give more work in the case of a hot gas rather than the case of a cold gas അല്ലേ. ഒരു കോൾഡ് ഗ്യാസിന് കംപ്രസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വർക്ക് നമ്മളൊരു ഹോട്ട് ഗ്യാസിന് കൊടുക്കേണ്ടി വരും. കാരണം ഹോട്ട് ഗ്യാസ് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഫർദർ അതിൻ്റെ തേർഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നോക്കിയാൽ അത് മോർ ഹോട്ടാകുമ്പോൾ അതിൻ്റെ ടെൻഡൻസി കൂടുതലായിരിക്കും എക്സ്പാൻഡ് ചെയ്യാനില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇറ്റ് വിൽ ബി ഈവൺ ഹാർഡർ ടു കംപ്രസ്. അപ്പോൾ ആ കൂടുതൽ ഹോട്ടാകുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളെ ഫിഗറിലേക്ക് തിരിച്ചു വരാം. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ഒരു കംപ്രസറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കംപ്രസ് ചെയ്യിക്കാണ്ട് അവിടെ ഒരു പാർഷ്യൽ കംപ്രഷൻ മാത്രം ചെയ്തിട്ട് അതിനുശേഷം ആ എയറിനെ നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്യും. അതിനുശേഷം ഫർദർ കംപ്രഷൻ നൽകും. അപ്പം നിങ്ങൾ ഈ ഫിഗറിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആദ്യം ഇവിടെ കോൾഡ് ഫസ്റ്റ് അല്ല, ഈ പിസ്റ്റൺ സിലിണ്ടർ ഫിഗറിലേക്ക് വരിക. അതിൽ ഫസ്റ്റ് ഫിഗറിൽ എന്താണ്, കോൾഡ് ഗ്യാസ് ആണുള്ളത്. കോൾഡ് ഗ്യാസിനെ ഞാൻ കംപ്രസ് ചെയ്തു. അപ്പോൾ അത് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് എത്തി. സെക്കൻഡ് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവിടെ ആ ഗ്യാസ് എന്തായി, ഹോട്ടായി. ഇനി ഞാൻ ആ ഒരു പോയിൻ്റിൽ നിന്ന് ഞാൻ ഫർദർ കംപ്രസ് ചെയ്യിക്കാണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനത് റൂം ടെമ്പറേച്ചറിൽ അത് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ വിട്ടു. അങ്ങനെ അത് ആ ഹോട്ട് ഗ്യാസ് ഇപ്പോൾ റൂം ടെമ്പറേച്ചറിൽ കോൾഡ് ഗ്യാസായി മാറി. അതിനുശേഷം ഞാൻ ഫർദർ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഉണ്ടായ അത്രയും വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് കുറച്ച് വർക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യം ലോ പ്രഷർ കംപ്രസറിൽ നമ്മൾ ഇനീഷ്യൽ കംപ്രഷൻ നടത്തി. അപ്പോൾ 2 എന്നുള്ള പോയിന്റിലെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ കൂടി, പിന്നെയോ ടെമ്പറേച്ചറും കൂടിയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ ഇൻ്റർകൂളറിലെ ഈ എയറിനെ കടത്തി വിട്ടു. അത് ഇൻ്റർകൂളറിൽ നിന്ന് എന്താവും, സെയിം പ്രഷറിൽ അത് എന്തായി, അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചു. അപ്പോൾ അതിന് ശേഷം വരുന്ന 3ൽ വരുന്നത് കോൾഡ് ഹൈ പ്രഷർ എയറാണ്. അതിന് ഞാൻ ഹൈ പ്രഷർ കംപ്രസറിലേക്ക് കടത്തി വിട്ടു. അവിടെ നിന്ന് അതിനെ വീണ്ടും കംപ്രസ് ചെയ്തു. അതിനുശേഷം 4 എന്ന പോയിന്റിലേക്ക് എനിക്ക് റിക്വയർഡ് പ്രഷറിലേക്ക് അത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് കംപ്രഷൻ കഴിഞ്ഞ് റിക്വയർഡ് പ്രഷറിലേക്ക് 0.4 അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് കൂടിയിട്ടുണ്ടാവും. അതിനുശേഷമാണ് അത് കമ്പഷൻ ചേമ്പറിലേക്ക് കടത്തി വിട്ടു. അവിടുന്ന് കമ്പഷൻ പ്രോസസ്സ് നടന്നു. അതിനുശേഷം 5 തൊട്ടിട്ട് 6 വരെ അത് ടർബൈനിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടത്തി. അവസാനം 6 എന്ന പോയിന്റിൽ നിന്ന് ദ ഹോട്ട് ഗ്യാസസ് വിൽ എക്സ്പെൽ ഔട്ട് ടു ദി അറ്റ്മോസ്ഫിയർ. സോ ഇതാണ് പ്രോസസ്സ്. അപ്പോൾ നോക്കിയാൽ നമ്മൾ യൂഷ്വൽ കേസിൽ നമ്മൾ കംപ്രസറിൽ ചെയ്യുന്ന വർക്ക് എത്രയാണോ അത്രയും വർക്ക് എനിക്ക് ഇവിടെ ആവശ്യമില്ല. അതായത് ഇവിടെ വർക്ക് ഡൺ ഓൺ ലോ പ്രഷർ കംപ്രസർ പ്ലസ് വർക്ക് ഡൺ ഓൺ ഹൈ പ്രഷർ കംപ്രസർ, ആ ടോട്ടൽ വർക്ക് ഡൺ വിൽ ബി ലെസ് ദാൻ ദി വർക്ക് ഡൺ വിത്തൗട്ട് ഇൻ്റർകൂളർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻപുട്ടായിട്ട് നമ്മൾ വർക്ക് കൊടുക്കുന്ന വർക്ക് കുറവ് മാത്രമേ ഇവിടെ വേണ്ടൂ. കാരണം നമ്മളിവിടെ ആ ഗ്യാസിനെ 2 സ്റ്റേജായിട്ട് കംപ്രസ് ചെയ്യുന്നു. അത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഒരു ഇൻ്റർകൂളർ വെച്ച് ആ ഗ്യാസിനെ നമ്മൾ വീണ്ടും അതിൻ്റെ ടെമ്പറേച്ചർ കുറക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ കംപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് യൂഷ്വൽ കേസിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കംപ്രസ് ചെയ്യാൻ അത്രയും വർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പോൾ ആ സമയത്ത് നമുക്ക് നെറ്റ് വർക്ക് ഡൺ നമുക്ക് കൂട്ടാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇൻ്റർകൂളറിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു TS ഡയഗ്രാമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി പറയാം. ഇവിടെ ഇൻ്റർകൂളർ 1 പോയിൻ്റ് എന്നാണ് എയർ വരുന്നല്ലോ. 1 പോയിന്റിലുള്ള എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും? അത് ആംബിയൻറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ. അപ്പോൾ 1 പോയിന്റിൽ T1 ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ആ എയറിനെയാണ് 2 പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടി T2 വിൽ ബി ഗ്രേറ്റർ ദാൻ T1. അതിനുശേഷം പ്രഷർ ഓൾസോ P2 വിൽ ബി ഗ്രേറ്റർ ദാൻ P1. കംപ്രസ് ചെയ്തല്ലോ. അതിനുശേഷം അത് ഇൻ്റർകൂളറിലേക്ക് പോയിട്ട് അത് അടുത്ത 3 പോയിന്റിലെത്തുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന P3 ആൻഡ് T3 ആണ് പ്രഷർ. അപ്പോൾ P2 വിൽ ബി ഈക്വൽ ടു P3, കാരണം പ്രഷറിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ബട്ട് T3 വിൽ ബി ലെസ് ദാൻ T2, അല്ലേ? ടെമ്പറേച്ചർ അത് കുറച്ചു. പക്ഷേ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ്. ഒരു ഐഡിയൽ കേസിൽ ഈ ഇൻ്റർകൂളർ ഒരു പെർഫെക്റ്റ് ഇൻ്റർകൂളറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 പോയിന്റിലെ ടെമ്പറേച്ചർ വിൽ ബി ഈക്വൽ ടു ടെമ്പറേച്ചർ അറ്റ് 0.1. അത് ഇനീഷ്യൽ എത്രയാണോ ടെമ്പറേച്ചർ ഉണ്ടായത് സെയിം ടെമ്പറേച്ചറിലേക്ക് അത് തണുപ്പിച്ച് കൊണ്ടുവന്നു അവിടെയുള്ള എയറിനെ. അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേസാണ് ഈ ഫിഗറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ TS ഡയഗ്രാം അതുപോലെ വരച്ചിട്ടുള്ളത്. TS ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 to 2 എന്താണ്, ഫസ്റ്റ് ലോ പ്രഷർ കംപ്രസറിലെ ഐസെൻട്രോപിക് വർക്ക് ഡൺ ആണ് കാണിക്കുന്നത്. 2 to 3 എന്താണ്, നമ്മൾ അതിനുശേഷം ഇങ്ങനെ ഇൻ്റർകൂൾ ചെയ്തു, അല്ലേ? കൂൾ ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ചു. എവിടം വരെ കുറച്ചു? 3 പോയിന്റ് വരെ കുറച്ചത്. 3 പോയിന്റ് എന്ന് വെച്ചാൽ ആ ടെമ്പറേച്ചർ TS ഡയഗ്രാം നോക്കിയാൽ 3 പോയിന്റിലെ ടെമ്പറേച്ചർ T3 ആണ്. T3 ഈസ് ഈക്വൽ ടു T1 ആണ് ഇവിടെ വരച്ച കേസിൽ. അതായത് പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം 3 to 4 വീണ്ടും അടുത്ത ഹൈ പ്രഷർ കംപ്രസറിൽ അതിനെ കംപ്രസ് ചെയ്തു. 4 to 5 എന്താണ്, ഹീറ്റ് എഡിഷൻ ആണ്. കമ്പഷൻ ചെയ്യുമ്പോൾ ഹീറ്റ് എഡിഷൻ പ്രോസസ്സാണ്. 5 to 6 എക്സ്പാൻഷൻ ഇൻ ദ ടർബൈൻ. അവിടെയാണ് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഗ്യാസ് ടർബൈൻ വിത്ത് ഇൻ്റർകൂളിങ്ങിൻ്റെ TS ഡയഗ്രാം. അപ്പോൾ നമുക്കതിൻ്റെ അപ്പോൾ ഐഡിയൽ സൈക്കിളാണ് ഇവിടെ കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞു. അതുപോലെ പെർഫെക്റ്റ് ഇൻ്റർകൂളിംഗ് ആണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
വർക്ക് ഇൻപുട്ട് ടു ദ ഫസ്റ്റ് സ്റ്റേജ് കംപ്രസർ എത്രയായിരിക്കും? WC1 ഈക്വൽ ടു CP ഇൻറ്റു T2 മൈനസ് T1 അല്ലേ? T2 1 to 2 ആണല്ലോ പ്രോസസ്സ്, അപ്പോൾ T2 മൈനസ് T1. വർക്ക് ഇൻപുട്ട് ടു ദ സെക്കൻഡ് സ്റ്റേജ് കംപ്രസർ എത്രയാണ്? WC2 2 to 4 ആണ് പ്രോസസ്സ്, അപ്പോൾ ഡെഫിനറ്റ്ലി എന്താണ്? T4 മൈനസ് T3. 3 to 4 ആണ് പ്രോസസ്സ്, T4 മൈനസ് T3 ആയിരിക്കും വർക്ക് ഡൺ. CP ഇൻറ്റു T4 മൈനസ് T3. ടോട്ടൽ വർക്ക് ഇൻപുട്ട് വിൽ ബി ഈക്വൽ ടു WC1 പ്ലസ് WC2. അപ്പോൾ അതുപോലെ ഹീറ്റ് സപ്ലൈഡ് എത്രയാണ്? QS ഈക്വൽ ടു CP ഇൻറ്റു T5 മൈനസ് T4. അപ്പോൾ നമുക്ക് തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്താണ്? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇതിൻ്റെ ആക്ച്വൽ സൈക്കിൾ നോക്കുകയാണെങ്കിലോ, ആക്ച്വൽ സൈക്കിൾ ഇസ് ഈക്വൽ ടു ആക്ച്വൽ സൈക്കിളിൻ്റെ ഒരു ഇക്വേഷൻ നോക്കുക. അതിന് മുമ്പ് ആക്ച്വൽ സൈക്കിളിൻ്റെ TS ഡയഗ്രാമാണ് ഇവിടെ നോക്കുന്നത്. ആക്ച്വൽ സൈക്കിൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഐഡിയൽ സൈക്കിളും ആക്ച്വൽ സൈക്കിളും ഒക്കെ നമ്മൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നോക്കിയതാണ്. ബ്രാട്ടൺ ഐഡിയൽ സൈക്കിളും അതിൻ്റെ ആക്ച്വൽ സൈക്കിളിൽ എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ നോക്കിയതാണ് ഓൾറെഡി. അപ്പോൾ ഇവിടുത്തെ പ്രോസസ്സാണ് 1 2 3 4 5 6 അതാണ് ആക്ച്വൽ സൈക്കിൾ പ്രോസസ്സ് കാണിക്കുന്നത് വിത്ത് ഇൻ്റർകൂളിംഗ്. ഓക്കെ, റെഡിങ് മാർക്ക് ചെയ്ത പോയിൻറ്റ്സാണ് ആക്ച്വൽ സൈക്കിളിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി താഴെ എന്താണെന്നുള്ളത്? വർക്ക് ഇൻപുട്ട് ഇവിടെ നോക്കി കാണാം. വർക്ക് ഇൻപുട്ട് വിത്ത് ഇൻ്റർകൂളിംഗ് എത്രയാണ്? CP ഇൻറ്റു വിത്ത് ഇൻ്റർകൂളിംഗ് CP ഇൻറ്റു ഇൻപുട്ട് വർക്ക് എവിടെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? 2 കംപ്രസറിലാണ് അല്ലേ? CP ഇൻറ്റു T2 മൈനസ് T1 അല്ലേ? 1 to 2 ആണ് ഫസ്റ്റ് ആക്ച്വൽ സൈക്കിളാണ് കൺസിഡർ ചെയ്തത്. പ്ലസ് CP ഇൻറ്റു T4 മൈനസ് T3. കാരണം അവിടെയാണല്ലോ നമ്മൾ 2 കംപ്രസറിലും വർക്ക് ഇൻപുട്ട് കൊടുക്കുന്നത്. അത് വിത്ത് ഇൻ്റർകൂളിംഗ് ആണ്. അത് ഇക്വേഷൻ A ആയിട്ട് ഇവിടെ എടുത്തു. അതിനുശേഷം നോക്കിയാൽ വർക്ക് ഇൻപുട്ട് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ്. ഇൻ കേസ് ഇൻ്റർകൂളിംഗ് ഇല്ല എന്ന് വിചാരിക്കുക, നമ്മൾ ഇൻ്റർകൂളിംഗ് പരിപാടി കൊടുക്കുന്നില്ല. ഇൻ്റർകൂളിംഗ് ഇല്ല എന്ന് വെച്ചാൽ അവിടെ ഇല്ല ആ കംപ്രസർ ഇല്ല എന്ന് വെച്ചാൽ പ്രോസസ്സ് എങ്ങനെയായിരിക്കും? 1 to 2 പോയിട്ട് 2 to 3 എന്ന പ്രോസസ്സ് ഇല്ല. അപ്പോൾ 1 to 2 എന്ന് പിന്നെ അത് എവിടത്തേക്കാണ് പോവുക? 2 to L അല്ലേ? ആക്ച്വൽ സൈക്കിൾ ആയതുകൊണ്ട് 2 to L പോകുക. അതായത് 1 to L പിന്നെ L to 5 to 6 അങ്ങനെയായിരിക്കും പ്രോസസ്സ്. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള വർക്ക് ഇൻപുട്ട് എത്രയായിരിക്കും? വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് CP ഇൻറ്റു TL മൈനസ് T1. TL മൈനസ് T1 എന്ന് വെച്ചാൽ എന്താണ്? T2 മൈനസ് T1 പ്ലസ് TL മൈനസ് T2 അല്ലേ? അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? വർക്ക് ഇൻപുട്ട് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് CP ഇൻറ്റു T2 മൈനസ് T1 പ്ലസ് CP ഇൻറ്റു TL മൈനസ് T2 അതായത് ഇക്വേഷൻ B. അപ്പോൾ എയും ബിയും നമ്മൾ കമ്പയർ ചെയ്തു. ഇക്വേഷൻ എയും ബിയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവുക? വർക്ക് ഇൻപുട്ട് വിത്ത് ഇൻ്റർകൂളിംഗ് ഈസ് ലെസ് ദാൻ വർക്ക് ഇൻപുട്ട് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് അല്ലേ? നിങ്ങൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. വർക്ക് ഇൻപുട്ട് വിത്ത് ഇൻ്റർകൂളിംഗ് ഈസ് ലെസ് ദാൻ വർക്ക് ഇൻപുട്ട് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ് ആണ്. നോക്കിയേ അവിടെ നോട്ടിൽ എന്താ എഴുതിയിട്ടുള്ളത്? ദാറ്റ് ഈസ് T4 മൈനസ് T3 ഈസ് ലെസ് ദാൻ TL മൈനസ് T2 ഫിഗർ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാം. സിൻസ് ദ പ്രഷർ ലൈൻസ് ഡൈവേർജസ് ഓൺ ദ TS ഡയഗ്രാം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നേരത്തെ നമ്മൾ റീഹീറ്റിംഗ് പറഞ്ഞപ്പോൾ പറഞ്ഞ സെയിം റീസൺ ആണ്. റൈറ്റ് സൈഡിലേക്ക് പ്രഷർ ലൈൻസ് അത് ഡൈവേർജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ TL മൈനസ് T2 ഈസ് ഗ്രേറ്റർ ദാൻ T4 മൈനസ് T3 എന്ന് വെച്ചാൽ ഇൻ്റർകൂളിംഗ് ഇങ്ങനെ നമുക്ക് വർക്ക് ഇൻപുട്ട് കുറവ് മതി എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹീറ്റ് സപ്ലൈഡ് നോക്കിയാൽ ഫസ്റ്റ് 1 ഇതിൽ ഹീറ്റ് സപ്ലൈഡ് വിത്ത് ഇൻ്റർകൂളിങ്ങും 2 ഹീറ്റ് സപ്ലൈഡ് വിത്തൗട്ട് ഇൻ്റർകൂളിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? CP ഇൻറ്റു T5 മൈനസ് T4 ആണ് ഹീറ്റ് സപ്ലൈഡ് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ്. CP ഇൻറ്റു T5 മൈനസ് TL ആണ് ഹീറ്റ് സപ്ലൈഡ് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ്. ഓക്കെ, അപ്പോൾ 1 ഈസ് ഗ്രേറ്റർ ദാൻ 2. അതായത് ഇൻ്റർകൂൾ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ പോയിൻ്റ് മനസ്സിലാക്കുക. ഇൻ്റർകൂൾ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് ഇൻപുട്ട് കുറവ് മതി, പക്ഷേ ഇൻ്റർകൂൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഹീറ്റ് സപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ. ഓൾസോ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഇൻ്റർകൂളിംഗ്. ഇപ്പോൾ ഇൻ്റർകൂളിംഗ് ചെയ്യുമ്പോൾ നമുക്കറിയാം വർക്ക് ഇൻപുട്ട് എന്തായാലും നമുക്ക് കുറവേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഈസ് ഇൻക്രീസ്ഡ് ബൈ ഇൻ്റർകൂളിംഗ്. It is found in general that the increase in heat to be supplied causes the thermal efficiency to decrease. അവിടെ പക്ഷേ നമ്മളിപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലായി എന്താണ്?
ഹീറ്റ് സപ്ലൈഡ് വിത്ത് ഇൻ്റർകൂളിംഗ് ഈസ് ഗ്രേറ്റർ ദാൻ ഹീറ്റ് സപ്ലൈഡ് വിത്തൗട്ട് ഇൻ്റർകൂളിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യണം ഇൻ്റർകൂളിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഈ ഇൻക്രീസ് ഇൻ വർക്ക് ഔട്ട്പുട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതൽ ഹീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് തെർമൽ എഫിഷ്യൻസി കുറക്കും. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, ഇൻ്റർകൂളിംഗ് അലോൺ ഓൾവേസ് റെഡ്യൂസസ് തെർമൽ എഫിഷ്യൻസി. ഓക്കെ, സോ ഓൺലി intercooling accompanied with regeneration can improve the thermal efficiency of the cycle. അപ്പോൾ ഇൻ്റർകൂളിംഗ് റീജനറേഷൻ്റെ കൂടെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തെർമൽ എഫിഷ്യൻസിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവൂ. അലോൺ ഇൻ്റർകൂളിംഗ് ചെയ്താൽ സ്പെസിഫിക് വർക്ക് ഔട്ട്പുട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം, പക്ഷേ തെർമൽ എഫിഷ്യൻസിയിൽ ഡിക്രീസ് ആണ് ഉണ്ടാവുക എന്നുള്ള പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർകൂളിങ്ങോട് കൂടി ഈ 3 മെത്തേഡ്സ് ടു ഇംപ്രൂവ് ദ തെർമൽ എഫിഷ്യൻസി ഓഫ് ഗ്യാസ് ടർബൈൻ സൈക്കിൾ കഴിഞ്ഞു. അപ്പോൾ ഇൻ്റർകൂളിങ്ങും എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഒന്നും കൂടി 2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.